നമ്മൾ മുമ്പേ കണ്ട എൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ക്ലിപ്പൊക്കെ ഇച്ചിരി ലൂസാണ്, സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പിള്ളേരെ എന്തായാലും പുറകെ ഇരുത്തുക, അഡൾട്ടിലെല്ലാം ഫ്രണ്ടിൽ 5 പേർ ഇരിക്കുക. അപ്പോൾ 5+2, അപ്പോൾ 7 സീറ്റർ. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രീം ക്യാപ്ചറിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ആലുവയിലുള്ള 4-wheel ഡ്രൈവിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാർ ഹണ്ടുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സെർച്ച് ചെയ്യാൻ പോകുന്നത് 7 സീറ്റർ വാഹനങ്ങളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ എറണാകുളത്ത് 7 സീറ്റർ കിട്ടുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ രജിസ്ട്രേഷൻ വാഹനങ്ങളിലേക്കൊക്കെ നേരത്തെ പോയിരുന്നു. ട്രസ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈസ് ഇപ്പോൾ കുറവായതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സെഗ്മെൻറ്റ് നമ്മളിപ്പോൾ നോക്കാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് 7 സീറ്റർ അവൈലബിൾ ആയിട്ടുള്ള 7 സീറ്റർ. അതും ലോ ബഡ്ജറ്റ് ഉണ്ട്, മിഡ് റേഞ്ച് ഉണ്ട്, അതിന് മുകളിലുള്ള റേഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലോ ബഡ്ജറ്റ്, അതായത് ഒരു ഓൾട്ടോയുടെ വിലയിൽ നമുക്കിപ്പോൾ ഒരു 7 സീറ്റർ. ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന വാഹനം നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. ഡെറ്റ്സൻ്റെ ഗോയാണ്, ഗോ പ്ലസ് ആണ്. അപ്പോൾ ഡെറ്റ്സൻ്റെ ഗോ പ്ലസ് പെട്രോളാണ്, 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിൻ 7 വരെ കൊണ്ടുപോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലിറ്റർ എഞ്ചിൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ 800cc എഞ്ചിൻ വെച്ചിട്ട് നമുക്ക് 5 പേരെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ 1 ലിറ്റർ എഞ്ചിൻ കൊണ്ട് അഡീഷണൽ നമുക്ക് 2 പേരെയും കൂടെ കയറ്റാനായിട്ട് സുഖമായിട്ട് പറ്റും. പിന്നെ ഇത് എറണാകുളത്ത് ഓടിയ വണ്ടിയാണ്. അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണാം. പിന്നെ ഫ്രണ്ടിൽ ഹാൻഡ് ബ്രേക്കൊക്കെ കണ്ടത് നമ്മുടെ തവേരയ്ക്കൊക്കെ വരുന്നത് പോലെ വലിച്ചു വെക്കുന്ന ഒരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ ഈ സീറ്റ് ഒന്ന് ജസ്റ്റ് മടക്കിയിട്ടതാണ്. ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ജസ്റ്റ് ഞാനിപ്പോൾ ഓവറോൾ കാണിക്കുകയാണ്. 3rd റോ സീറ്റാണ് ഇതിൻ്റെ അതിൽ നമ്മൾ മെയിനായിട്ട് കാണേണ്ട ഒരു ഘടകം. 3rd റോ സീറ്റിലും നമുക്കൊന്ന് കയറി ഇരുന്ന് തന്നെ കാണിക്കാം. ഏതായാലും എൻ്റെ ബൂട്ട് നമുക്കൊന്ന് കാണാം. ബൂട്ട് കാണിക്കാനാണെങ്കിൽ ബൂട്ടിൽ നമുക്ക് 3rd റോ നേരെ ഇടുമ്പം ബൂട്ടിൽ നമുക്ക് ജസ്റ്റ് ഒരു തുണിസഞ്ചി വെക്കാനുള്ള, ഒരു സഞ്ചി വെക്കാനുള്ള ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ഫോൾഡ് ചെയ്താൽ എങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബൂട്ട് സ്പേസ് കിട്ടും. ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ബൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അടയ്ക്കുന്നു. ഡെറ്റ്സൺ ഗോ പ്ലസ് ബാഡ്ജിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു വാഹനമാണ് കേട്ടോ. ഹോണ് കാര്യങ്ങളൊക്കെ, ചെറിയ ഹോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ഫ്രണ്ടിലൊരു കുട്ടിക്ക് വേണമെങ്കിൽ അത്യാവശ്യം ചാരി ഇരിക്കാൻ പറ്റും. ഗിയർ നോബൊന്നും വലിയ തടസ്സമൊന്നും ഉണ്ടാക്കത്തില്ല. ഇത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. തിരിച്ചങ്ങോട്ട് ഇട്ടാൽ ഹാൻഡ് ബ്രേക്ക് ആവും. ഓക്കെ. ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ബേസിക്കാണ് വരുന്നത്. പൈനിയറിൻ്റെ ഒരു ചെറിയൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. 2DIN ആണ്. ഏറ്റവും കൂടുതൽ ഔട്ട് കിട്ടുന്നത് ഈ 2DIN തന്നെയാണ്. നമുക്ക് സബും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ബാക്ക് സീറ്റ് ഞാൻ കാണിച്ചു. ഓക്കെ. നമുക്ക് ഈ വാഹനത്തിൽ ജസ്റ്റ് ഒന്ന് കയറി ഇരുന്നും ഒന്ന് നോക്കാം. ബാക്കിലെ സീറ്റ് എങ്ങനെയുണ്ട്, സെൻട്രൽ സീറ്റ് ഉണ്ട്. എനിക്ക് അതിനകത്തിൽ അത്യാവശ്യം 165 സെൻറ്റിമീറ്റർ ഉള്ള ഒരാളാണ്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്. അത്യാവശ്യം സൈസ് വീതിയുള്ള ഒരാളാണ്. നമുക്ക് കയറി ഇരുന്നൊന്ന് നമുക്ക് നോക്കാം. ഹൈറ്റ് നമുക്ക് എന്താ പറയുക, ഒരു ഓൾട്ടോയുടെ അല്ലെങ്കിൽ ഒരു റിനോൾട്ടിൻ്റെ ഒക്കെ ഒരു കിഡിൻ്റെ ഒക്കെ ഒരു ഹൈറ്റേ ഉള്ളൂ. ഡോറ് നമുക്ക് വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. ഫ്രണ്ടിലോട്ട് കയറാനുള്ള ആക്സസിബിലിറ്റി ഡോറ് നമ്മൾ നല്ല വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട്. അതുപോലെ കയറിയിരിക്കാൻ നല്ല സുഖമാണ്. ഓൾട്ടോയുടെ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നല്ല സുഖമായിട്ട് രസമായിട്ട് കയറിയിരിക്കാൻ പറ്റും. ഒരു കമാൻഡിങ് പൊസിഷൻ പോലെ നമുക്ക് ഗിയർ നോവും കാര്യങ്ങളൊക്കെ നമുക്കൊരു കൈവച്ച അങ്ങോട്ടാണ് പോകുന്നത്. ആ ഒരു രീതി തന്നെയാണുള്ളത്. പിന്നെ മനോഹരമായിട്ടുള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഒരു ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, ഒരു പിടിക്കാൻ നല്ല ഗ്രിപ്പ് തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അനാവശ്യമായിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല. AC ഉണ്ട്. അതുപോലെ എയർ കണ്ടീഷൻ കൺട്രോൾ ബട്ടൺസ് ഒക്കെയാണ് വന്നേക്കുന്നത്. ഇത് ആഡ് ഓൺ ആണ്, ഇതിൻ്റെ കൂടെ വന്നതെന്ന് അറിയത്തില്ല. ഇവിടെ ഒരു പേഴ്സ് പോലത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ്, ഒരു ഓർഗനൈസറൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഇൻറ്റീരിയർ ക്വാളിറ്റി ഉണ്ട്. ഇരിക്കാനും നല്ല രസമുണ്ട്. ഡെഡ് പെഡൽ വന്നിട്ടില്ല. എന്നാൽ നമുക്ക് അത്യാവശ്യം റിലാക്സ് ചെയ്ത് കാല് വെക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ക്ലച്ച് സ്മൂത്താണ്. ആക്സിലേറ്റർ, ബ്രേക്കും നമ്മൾ നിർത്തിയിട്ടേക്കുന്നുണ്ട്. ഇച്ചിരി ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ്. നല്ല ഔട്ട് കിട്ടുന്നതാണ് പൈനിയറിന്, അത് ഞാൻ എടുത്ത് പറയുന്നു.
പിന്നെ റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അൺപാക്ഡ് ആണ് പല കാര്യങ്ങളും, കെട്ടിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഇതിൻ്റെ അകത്തിൽ എയർ ബാഗ് ഇല്ല. പിന്നെ ഗ്ലോ ബോക്സ് ഇല്ല, പകരം ഒരു കമ്പാർട്ട്മെൻ്റ് ആണുള്ളത്. എൻ്റെ അതിൽ വാഹനത്തിൻ്റെ RC ബുക്കൊക്കെ നല്ല ഡീസൻ്റ് ആയിട്ടൊരു ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. അത്യാവശ്യം 1,00,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് സോക്കറ്റ്, പാർക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് നമ്മുടെ ഡ്രൈവർ സീറ്റിലും കോ ഡ്രൈവർ സീറ്റിലും വന്നിരിക്കുന്നത്. നമുക്ക് പാസഞ്ചർ സീറ്റിലോട്ടൊന്ന് പോവാം. ഇത്ര വൈഡായിട്ട്, നല്ല വൈഡായിട്ട് ഇത് തുറക്കുന്നത്. നമ്മൾ കയറാനും ഇറങ്ങാനും ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. കിടക്കുക, കയറുക, ഇത്രയേ ഉള്ളൂ. ഇത് എൻ്റെ പൊസിഷനിൽ തന്നെയാണ് കേട്ടോ, ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് വേണ്ടത് ഈ സീറ്റ് കിടക്കുന്നത്. ഇത് മാക്സിമം പൊറോട്ട ആക്കി നമുക്ക് നോക്കാം. പൊറോട്ട ആക്കിയാലും ഒരു ഡീസൻ്റ് ആയിട്ട് എനിക്കിരിക്കുന്നതിനേക്കാളും കൂടുതൽ സ്പേസില്ല ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. ഈ റിസ്റ്റിൻ്റെ ഒരു പൊസിഷനിൽ വരണം. പക്ഷെ എനിക്ക് അതിനേക്കാളും കൂടുതൽ ഞാനിപ്പോൾ പൊറോട്ട ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാക്ക് സീറ്റിൽ നിന്ന് നോക്കാം. ഓക്കെ, ബാക്ക് സീറ്റിലോട്ട് പോകാം. ഡ്രൈവർ സീറ്റും കോ ഡ്രൈവർ സീറ്റും ഏകദേശം ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സീറ്റിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ ബാക്ക് സീറ്റ്. ആ ഫ്രണ്ടിൽ എത്ര കൂടുതൽ വൈഡായിട്ട് ഓപ്പണിംഗ് ഉണ്ടോ അതിൻ്റെ പരിമിതമാണ് ബാക്കിലത്തെ സീറ്റ്. കാരണം ഫ്രണ്ടിൽ കണ്ടവാനം കൊടുത്തിട്ട് ബാക്കിലോട്ട് കുറവാകുമ്പോഴത്തേക്കിന് നമ്മളിൽ കയറാൻ പോവാണ്. കയറാനും ഇറങ്ങാനും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. എനിക്ക് കയറാനും ഇറങ്ങാനും ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, കയറി അകത്തായി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇച്ചിരി ആംറസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് ആംറസ്റ്റ് അല്ല, അതൊരു കുട്ടിക്ക് ഇരിക്കാനുള്ളത് സേഫ്റ്റിക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാലും അത് ആംറസ്റ്റ് ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ലപോലെ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കാല് നിവർന്ന് തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ അത്യാവശ്യം ചെറിയ ലോങ് ഒക്കെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഇത്ര പൈസ വരുന്നുള്ളൂ. നമുക്ക് ബാക്കിൽ ഇരുത്താം, അല്ലെങ്കിൽ അത്ര ലഗേജ് കൂടെ കൊണ്ടുപോകാം എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒരു വീട്ടിലെ ഹസ്ബൻഡും വൈഫും അതുപോലെ അവരുടെ പേരൻസും പിന്നെ ഒരു കുട്ടിയും ഇല്ല ഒരു 2 കുട്ടികളുണ്ടെങ്കിൽ ബാക്കിലോട്ട് ഒരു കുട്ടി കൂടി ഇരിക്കുക. ഇപ്പോൾ 2 കുട്ടികൾക്ക് പുറകിലിരിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇത് രൂപകൽപ്പന വന്നിരിക്കുന്നത്. അതുപോലെ ചെറിയ കച്ചവടമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് അവരുടെ അവരുടെ പ്രൊഡക്റ്റുകൾ, ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ ഇതിൻ്റെ അകത്തിട്ട് കൊണ്ടുപോകാം. പിന്നെ ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു 17 ഒക്കെ മൈലേജ് പറയുന്നുണ്ട്. 1 ലിറ്റർ എഞ്ചിനാണ്, അപ്പോൾ 17 ഒക്കെ മൈലേജ് പറയുന്നുണ്ട്. പിന്നെ പവറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന റിനോൾട്ടിൻ്റെ ഒക്കെ സെയിം ഒരു കൈൻഡ് ആണ് ഇതിൻ്റെയൊക്കെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ റിനോൾട്ടിൻ്റെ 7 സീറ്റർ ട്രൈബറൊക്കെ 1.1 ലിറ്ററിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1 ലിറ്റർ തന്നെ വരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എഞ്ചിൻ സഫീഷ്യൻ്റ് ആണ്. അത്യാവശ്യം ഹൈ റേഞ്ചിലോട്ട് വലിയ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ പോകേണ്ട സ്ഥലത്തൊക്കെ വിഷയങ്ങൾ വരുന്നുള്ളൂ. നമ്മുടെ അത്യാവശ്യം ചെറിയ കുന്നും മലയും അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ഇത് ഓടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്ന ഒരു വാഹനം തന്നെയാണത്. നമുക്കിനി ഇതിൻ്റെ തേർഡ് റോയിലോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്ക് സീറ്റിലോട്ട് ഏറ്റവും തേർഡ് റോയിലോട്ട് പോവാണ്. തേർഡ് റോയിലോട്ട് പോകാനായിട്ട് ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പിന്നുകൾ മാറ്റുക. ഈ 2 ലോക്ക് മാറ്റിയതിന് ശേഷം ഇത് മടക്കി നേരെയാക്കുന്നു. അപ്പോൾ ബാക്ക് സീറ്റിലോട്ട് ഞാൻ പോകാൻ പോവാണ് കേട്ടോ. ഓക്കെ, ബാക്ക് സീറ്റിൽ നമുക്ക് പിള്ളേർക്ക് മാത്രമേ പറ്റുള്ളൂ. എൻ്റെ ഹെഡ് റൂം, അതായത് 165 സെൻറ്റിമീറ്ററുള്ള എൻ്റെ ഹെഡ് വരെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിള്ളേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ ഗ്ലാസ് ഏരിയയിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു അഡൾട്ടിന് ബാക്കിലിരിക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചമ്മടം പറഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ അടയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഇങ്ങോട്ടാക്കി. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസൈഡിലുള്ള അവസ്ഥ. അപ്പോൾ ഒരാൾ കൂടെ വേണമെങ്കിൽ ഇരിക്കാൻ കൂടെ, പക്ഷെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. ഫുള്ള് നമ്മുടെ
നമ്മൾ പണ്ട് അംഗനവാടിയിൽ നഴ്സറിയിലൊക്കെ പോകുമ്പോൾ താഴെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സദ്യ ഉണ്ടായിരിക്കുന്ന പോലെ കറക്റ്റ് നമ്മുടെ സദ്യ ഉണ്ടായിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഹെഡ് റൂം. എന്തെങ്കിലും ഒരു ചെറിയൊരു ഹമ്പ് ചാടേണ്ടി വന്നാൽ, പക്ഷെ ഇവിടെ നല്ല കുഷൻ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്ര സേഫ് അല്ല, ഒരു കുട്ടിക്ക് മാത്രമേ ബാക്കിലിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ അത്യാവശ്യം മൈലേജ് കിട്ടുന്നു 20-നോടനുബന്ധിച്ച്. അതായത് ഒരു 18-ന്റെ അടുത്തൊക്കെ കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. ഒരു 16 പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ 5 പേരെ ഉള്ളെങ്കിൽ എന്ത് പറയാം, നമ്മൾ അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടിയൊന്നും അല്ല നോക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഇത്ര ആൾക്കാരെ കൊണ്ടുപോകണമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. പിള്ളേരെ എന്തായാലും പുറകെ ഇരുത്തുക, അഡൾട്ടിലെല്ലാം ഫ്രണ്ടിൽ 5 പേർ ഇരിക്കുക. അപ്പോൾ 5+2, അപ്പോൾ 7 സീറ്റർ, അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആ ഫ്രണ്ടിലെ സീറ്റിലെ ആ ഒരു അറേഞ്ച്മെൻറ്റ് നോക്കിയാൽ തന്നെ അത്യാവശ്യം അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടിയെ ഇരുത്താനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെറ്റ്സൺ ഗോ പ്ലസിൻ്റെ ഒരു വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗോ പ്ലസ് മാത്രമല്ല, വേറൊരു ബ്ലൂ കളറിലെ ഗോ പ്ലസും ഉണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറയാം. ഇതിൻ്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് 1,60,000 അതിൻ്റെ പ്രൈസ് നമുക്ക് അവിടെ പോയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മളിത് ഇറങ്ങുകയാണ്. പിന്നെ ഇറങ്ങി കയറി കാണിക്കാൻ പയ്യ. അതായത് കുട്ടികളെ മാത്രം അങ്ങോട്ട് എടുത്ത് വെക്കുക. അത്യാവശ്യം ഒരു അഡൽട്ട് ഇവിടെ നിന്നിട്ട് വേണം അവരെ ഒന്ന് ഇറക്കാനും കയറ്റാനും ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ഇറങ്ങുകയും കയറിയിട്ട് ചെയ്യാൻ പറ്റും. 2 ഡോർ പവറിൻ്റെ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് അത്ര കമ്പനി തരുന്നുള്ളൂ. 2015 മോഡലാണ്. 1,65,000 ആണ് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നെഗോഷ്യബിൾ ആണ്. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1 lakh കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഓക്കെ, 1 ലിറ്റർ എഞ്ചിനാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടാമത്തെ ഡെറ്റ്സൺ ഗോ പ്ലസ് ആണ്. കണ്ടോ, ഒരു എക്സ്ട്രാ ഒരു ഫിറ്റിംഗ് പോലെ ഒരു ബോക്സ് ഇവിടെ ഉണ്ട്. അതിലാണ് നമ്മൾ 2 പേരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഡെറ്റ്സൺ ഗോ പ്ലസിൻ്റെ ഇത് അത്യാവശ്യം ഓടാത്തൊരു, അതായത് 18,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അപ്പോൾ സിറ്റി ഡ്രൈവിന് വേണ്ടി വാങ്ങിച്ചിട്ട ഒരു വാഹനമാണ്. ക്വാളിറ്റി ഉണ്ട്, നല്ല ഒരു പെയിൻറ്റിങ് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ വാഹനമുള്ളത്. നമ്മൾ മുമ്പേ കണ്ട എൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ക്ലിപ്പൊക്കെ ഇച്ചിരി ലൂസാണ്, സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ നീറ്റാണ് വണ്ടി. ആ 18,000 കിലോമീറ്റർ ഓടി എന്നുള്ളത് എത്രമാത്രം ജെനുവിൻ ആണെന്ന് ഇതിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്റീരിയറിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഇത് ഇച്ചിരിയുടെ വേരിയൻ്റ് കുറഞ്ഞതാണ്. പവർ വിൻഡോ വന്നിട്ടില്ല. അതിന് 2 ഡോർ പവർ വിൻഡോ വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ് കവറിൻ്റെ കളർ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. വാങ്ങിക്കുന്നവർക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷെ നല്ല വാഹനമാണ്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം പുതിയ ടയർ പോലെ തന്നെയുണ്ട്. പിന്നെ ഫ്രണ്ട് വീൽ ഇച്ചിരി ടയറും കാര്യങ്ങളും ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം 4 വീൽ ഡ്രൈവിൽ നമുക്ക് വാഹനത്തിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് 1 കൊല്ലത്തേക്കൊന്നും നോക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് തന്നു വിടുകയുള്ളൂ. പൊല്യൂഷൻ 6 മാസം കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 2,10,000 ആസ്കിംഗ് പ്രൈസ്. നമ്മുടെ കസ്റ്റമറാണ്, നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും പ്രൈസ് താഴ്ത്തി കിട്ടും. പിന്നെ 2 വാഹനത്തിനും ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട്. 40,000 രൂപ ഉണ്ടെങ്കിൽ ഈ 7 സീറ്റർ വാഹനങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 40,000 രൂപ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വാഹനം ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ലോ ബഡ്ജറ്റ് അത്യാവശ്യം 7 സീറ്റർ, അതായത് കുട്ടികൾ ഉൾപ്പെടെ 7 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇത്ര പൈസയെ വരുന്നുള്ളൂ. 2 സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മളെ വിളിക്കുന്ന ആൾക്കാർ എന്തായാലും ഒരു ഒരാഴ്ചക്കകം വിളി വരും. അപ്പോൾ ഒരെണ്ണം പോയാലും ഒരെണ്ണം സെയിലിന് ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് ദിസ് ഈസ് സെക്രട്ടറി സ്റ്റീഫൻ, ക്യാമറമാൻ പോൾ സീമ, സൈനിങ് ഓഫ് ഫ്രം ഡ്രീം ക്യാപ്ചർ.